എല്ലാവർക്കും ഐസി ഫോഴ്സിന്റെ പൈത്തൺ സീരീസ് പാർട്ട് 9 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫയൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമുക്ക് ഊപ്സ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം. പൈത്തണിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നത് ഒരു മുഖ്യമായ ടോപ്പിക്കാണ്. ഇതിന്റെ ഉപയോഗം കൊണ്ട് നാം റിയൽ വേൾഡ് പ്രോബ്ലംസിനെ പ്രോഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനും കോംപ്ലക്സ് സിസ്റ്റംസ് മാനേജ് ചെയ്യാനും കഴിയും. ഊപ്സ് 6 കോൺസെപ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്: ക്ലാസ്, ഒബ്ജക്റ്റ്, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആൻഡ് ആബ്സ്ട്രാക്ഷൻ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്: ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്. ക്ലാസ് എന്നാൽ ടെംപ്ലേറ്റ് അഥവാ ബ്ലൂ പ്രിന്റ് ആണ്. ഒബ്ജക്ട്സ് അതിൻ്റെ ആക്ച്വൽ ഇൻസ്റ്റൻസ് ആണ്. അത് ഈസിയായി മനസ്സിലാക്കുവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫ്രൂട്ട്സ് പലതരമുണ്ട്. അതിൽ ബനാന, കിവി, മാംഗോ, ആപ്പിൾ എല്ലാം ഒരു ഒബ്ജക്റ്റാണ്. പൈത്തണിൽ ഡേറ്റയും അതുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസും ഒരൊറ്റ സ്ട്രക്ചറിൽ ക്രമീകരിക്കാൻ ക്ലാസുകൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് എന്ന ഒരു ക്ലാസ് കീവേഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ ക്ലാസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഫ്രൂട്ട്സ് എന്ന ക്ലാസ്സിൽ ഓരോ ഫ്രൂട്ടിൻ്റെ പേര്, സൈസ്, കളർ ഇതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയി വരും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ക്ലാസും ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു 100 പേരുള്ള കമ്പനി മാനേജ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓരോരുത്തർക്കും നെയിം, ID, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ജോയിൻ ഡേറ്റ് അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് കാണും. നിങ്ങൾ ഇതെല്ലാം കൂടി ഒരു ലിസ്റ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ലിസ്റ്റുകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ ഡീറ്റെയിലും ഏത് ഇൻഡെക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ച് വെക്കേണ്ടി വരും. എക്സാമ്പിൾ, ഇപ്പോൾ 0 ഇൻഡെക്സ്, നെയിം, 1 ഏജ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷനും സ്ട്രക്ചർ അല്ലാത്തതുമാകും. ഇനി നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ്, എക്സാമ്പിൾ അഡ്രസ് ആഡ് ആക്കണമെങ്കിൽ ഏത് ഇൻഡെക്സ് എന്നൊക്കെ നോക്കി ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിന് പരിഹാരമായി നമ്മൾ ക്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഒരു ഒറ്റ എൻറ്റിറ്റി അഥവാ ക്ലാസ്സിൽ ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇൻഡെക്സ് ഓർത്ത് വെക്കേണ്ട. പകരം നമുക്ക് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് ഓരോ എംപ്ലോയിക്കും പല ഒബ്ജക്ട്സ് അതുവഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ ക്ലിയറും ഓർഗനൈസ് ചെയ്യപ്പെട്ടതുമാകുന്നു. കൂടാതെ ഈസിയായി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഒബ്ജക്റ്റ് എന്നാൽ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ഒരു ഒബ്ജക്റ്റിൽ സ്റ്റേറ്റ്, ബിഹേവിയർ, ഐഡൻറ്റിറ്റി ഉണ്ട്. സ്റ്റേറ്റ്സ് ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബിഹേവിയർ മെത്തേഡ്സും പിന്നെ ഐഡൻറ്റിറ്റി ഒബ്ജക്റ്റിന് കൊടുക്കുന്ന യുണീക്ക് നെയിമുമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ കാർ ക്ലാസ് ആണ്. കാർ 1ഉം കാർ 2ഉം ക്ലാസിൻ്റെ ഒബ്ജക്ട്സ് ആണ്. ഇതിൽ ബ്രാൻഡ്, മോഡൽ, ഇയർ ആട്രിബ്യൂട്ട്സ് ആണ്. സ്റ്റാർട്ട് എൻജിൻ കാറിന് എന്തു ചെയ്യാനാകുമെന്ന് നിർവചിക്കുന്നു. ഇതൊരു മെത്തേഡാണ്. ഇതിൽ ആദ്യം കാണുന്ന ഇനിറ്റ് മെത്തേഡ് ജാവ, C++ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെ കൺസ്ട്രക്ടറിന് സാമ്യമുള്ളതാണ്. കൺസ്ട്രക്ടേഴ്സ് ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നതിനാണ്. എല്ലാ ക്ലാസ്സും തുടങ്ങുമ്പോൾ ഇനിറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇനിറ്റ് ഫംഗ്ഷൻ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിന് വാല്യൂ അസൈൻ ചെയ്യാനും ഒബ്ജക്റ്റ് ക്രിയേഷന് വേണ്ടി മറ്റ് പ്രവർത്തികൾ നടത്തുന്നതിനുമാണ്. ശേഷം സെൽഫ് ഉപയോഗിച്ച് മെത്തേഡിലുള്ള വാല്യൂസ് ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് കാണിക്കും. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ആണ്. എന്നാൽ ക്ലാസ് വേരിയബിൾസ് എല്ലാ ഒബ്ജക്ട്സിനും ഷെയർ ചെയ്യപ്പെടുന്ന ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്ലാസ് വേരിയബിൾ എല്ലായ്പ്പോഴും ക്ലാസിനോട് കൂടി ഷെയർ ചെയ്യുന്നു. എന്നാൽ ഇൻസ്റ്റൻറ്റ് വേരിയബിൾസ് ഓരോ ഒബ്ജക്റ്റിനും യുണീക്കാണ്. അടുത്തതായി എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ ഡേറ്റയെയും മെത്തേഡ്സിനെയും ഒരു ക്ലാസ്സിൽ ബൗണ്ട് ചെയ്യാനും ആക്സസിനായി കൺട്രോൾ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. പൈത്തണിൽ പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രൈവറ്റ് ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യാം. ഇത് വേരിയബിളുകളും മെത്തേഡ്സും നേരിട്ട് ആക്സസ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഈ പ്രോഗ്രാമിൽ ഏജ് പ്രൈവറ്റ് ആട്രിബ്യൂട്ട് ആണ്. പ്രൈവറ്റ് ആട്രിബ്യൂട്ട്സിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയില്ല.
ഇതിന് ഗെറ്റ് സെറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഏജ് സെറ്റ് ചെയ്തു. ശേഷം ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ഏജിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഇൻഹെറിറ്റൻസ്. പൈത്തണിലെ ഇൻഹെറിറ്റൻസ് ഒരു ക്ലാസ്സിനെ മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ആട്രിബ്യൂട്ടുകളും രീതികളും ഇൻഹെറിറ്റ് ചെയ്യാൻ ഇൻഹെറിറ്റൻസ് കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. കോഡ് വീണ്ടും ഉപയോഗിക്കുന്നതിനും പ്രോഗ്രാമുകളെ കൂടുതൽ മോഡുലാർ ആക്കുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പൈത്തണിൽ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് സബ് ക്ലാസ്സിൽ ഫങ്ഷണാലിറ്റി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇവിടെ ആനിമൽ എന്ന് പറയുന്നത് പാരന്റ് ക്ലാസ്സും ഡോഗ് എന്ന് പറയുന്നത് ചൈൽഡ് ക്ലാസ്സുമാണ്. പാരന്റ് ക്ലാസ് മെത്തേഡാണ് സ്പീക്ക്, അതുപോലെ ഡോഗ് ക്ലാസ് മെത്തേഡാണ് ബാർക്ക്. അപ്പോൾ ഡോഗ് ക്ലാസ് ആനിമൽ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആനിമലിൻ്റെ മെത്തേഡായ സ്പീക്ക് ആക്സസ് ചെയ്യാം. ഇതിൽ ഡോഗ് എന്ന സബ് ക്ലാസ്സിൽ ആനിമൽ സൂപ്പർ ക്ലാസിൻ്റെ മെത്തേഡ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇത് കോഡ് റീയൂസ് ചെയ്യാൻ സഹായിക്കും. സോ വാട്ട് ഈസ് പോളി? പോളി എന്നാൽ മെനി എന്നാണ് അർത്ഥമാക്കുന്നത്. മോർഫ് എന്നാൽ ഫോംസ്, മെനി ഫോംസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ടീച്ചർ. ഈ ടീച്ചറിന് പല ബിഹേവിയേഴ്സ് കാണും. ഇപ്പോൾ ടീച്ചറിന് ക്ലാസ്സിലൊരു ബിഹേവിയർ, ഫ്രണ്ട്സിനോട് വേറൊരു ബിഹേവിയർ, പ്രിൻസിപ്പലിനോടൊരു ബിഹേവിയർ, അവരുടെ കുട്ടികളോട് ഒരു ബിഹേവിയർ, ഫാമിലിയിൽ ഒരു ബിഹേവിയർ. അപ്പോൾ ടീച്ചർ ഒരാൾ തന്നെയാണ്, പക്ഷെ ഓരോരോ സ്ഥലത്തും പല പല ക്യാരക്ടേഴ്സാണ്. നമുക്കും ഇതുപോലെയാണല്ലോ. അത് തന്നെയാണ് പോളിമോർഫിസം, മെനി ഫോംസ്. ഇവിടെ പോളിമോർഫിസം എന്നാൽ ഒറ്റ മെത്തേഡുള്ള ഡിഫറെൻറ്റ് ക്ലാസസുകൾ പല രീതിയിൽ ഉപയോഗിക്കാം. ഇത് മനസ്സിലാക്കുവാൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം ആനിമൽ, ഡോഗ്, ക്യാറ്റ് എന്നീ 3 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. എന്നാൽ എല്ലാം ഒരേ സ്പീക്ക് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. ഓരോ ക്ലാസ്സും അവരുടേതായ സ്പീക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നു. ഈ ഒരു ലൂപ്പിൻ്റെ അവസാനം നോക്കൂ. പോളിമോർഫിസം യൂസ് ചെയ്ത് നമ്മൾ 3 ക്ലാസ്സിനും ഒരേ മെത്തേഡ് സ്പീക്ക് എക്സിക്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പോളിമോർഫിസം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റായ ആബ്സ്ട്രാക്ഷൻ നോക്കാം. ആബ്സ്ട്രാക്ഷൻ എന്നാൽ അൺനെസസറി ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തുകൊണ്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിക്കുന്ന പ്രോസസ്സാണ്. ആബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ അബ്സ്ട്രാക്റ്റ് ബേസ് ക്ലാസ്സസ് ഉപയോഗിക്കാം. ഇതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു കാറിന് ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക് എന്നിവയുണ്ട്. ആക്സിലേറ്റർ ചവിട്ടിയാൽ സ്പീഡ് കൂടും, ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് നമുക്കറിയില്ല. എങ്ങനെയാണ് ഇതൊക്കെ വർക്കാകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു ധാരണയും ഇല്ല. ഇതേ പ്രോസസ്സാണ് ഡേറ്റ ആബ്സ്ട്രാക്ഷൻ. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളത് ഹൈഡാക്കി വെക്കുന്നു. പൈത്തണിൽ ആബ്സ്ട്രാക്ഷൻ നടക്കുന്നത് ആബ്സ്ട്രാക്റ്റ് ക്ലാസ്സും ആബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും ഉപയോഗിച്ചാണ്. ആബ്സ്ട്രാക്റ്റ് ക്ലാസ് മറ്റു ക്ലാസ്സുകൾക്ക് ബ്ലൂ പ്രിൻ്റായി പ്രവർത്തിക്കുന്നു. ആബ്സ്ട്രാക്ഷൻ നടത്തുന്നത് ABC അഥവാ ആബ്സ്ട്രാക്റ്റ് ബേസ് ക്ലാസ് ഉപയോഗിച്ചാണ്. നമുക്കിതിൻ്റെ ഉദാഹരണം നോക്കാം. ഇതിൽ 3 ക്ലാസ് ഉണ്ട്: ആനിമൽ, ഡോഗ്, ക്യാറ്റ്. ആനിമൽ ക്ലാസ് ആബ്സ്ട്രാക്റ്റ് ക്ലാസും ഡോഗും ക്യാറ്റും കോൺക്രീറ്റ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസുമാണ്. ആനിമൽ ക്ലാസ് ABC ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ ആബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഡെക്കറേറ്റർ ഉപയോഗിച്ച് സൗണ്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. ഡെക്കറേറ്റർ എന്നാൽ ഒറിജിനൽ കോഡിനെ ചേഞ്ച് ചെയ്യാതെ ക്ലാസിൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ്. അപ്പോൾ ആബ്സ്ട്രാക്റ്റ് മെത്തേഡിൽ സിഗ്നേച്ചർ മാത്രം കാണും, അവിടെ ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും കാണില്ല. അപ്പോൾ ഇവിടെ യൂസറിന് ആനിമൽ ക്ലാസ്സിൽ സൗണ്ട് മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയില്ല. പകരം സബ് ക്ലാസ്സിൽ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്തുകൊണ്ട് സൗണ്ട് മെത്തേഡ് മാത്രം നൽകുന്നു. സബ് ക്ലാസ് ആണ് സൗണ്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എല്ലാ പ്രധാന ഭാഗങ്ങളും പഠിച്ചു. ക്ലാസസ്, ഒബ്ജക്ട്സ്, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആൻഡ് ആബ്സ്ട്രാക്ഷൻ. ഈ കോൺസെപ്റ്റ്സ് കമ്പൈൻ ചെയ്താൽ പൈത്തണിൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സ്കെയിലബിൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനും സാധിക്കും. അടുത്ത വീഡിയോയിൽ നമുക്കൊരു മിനി പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് ഈ സീരീസ് അവസാനിപ്പിക്കാം. താങ്ക് യു.